ഇത് അർമേനിയയിലെ ഒരു കോഫി ഷോപ്പാണ്. ഗൂഗിളിൽ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ കോഫി ഷോപ്പിന്. യാത്ര മധ്യേ നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് കയറി. ലാ കെറമേല പേസ്ട്രി കോഫി ആൻഡ് ഡെസേർട്ട്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ വളരെ പോപ്പുലറാണ്. ഒരുപാട് പേര് നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പോയൊരു ഉച്ച സമയമായിരുന്നു. നല്ല കോസി ഇൻറ്റീരിയർ, കണ്ണിന് കുളിർമയേകുന്ന കളേഴ്സും ആ ബ്രിക്കിൻ്റെ ടെക്സ്ചറൊക്കെ വളരെ മനോഹരമായിരുന്നു. നമ്മളൊരു ഇടം പിടിച്ചു. മെനു നോക്കിയപ്പോൾ നല്ല ക്രൊസാൻസ് ഉണ്ടായിരുന്നു, കേക്ക്സ് ഉണ്ടായിരുന്നു, മിനി ബൈറ്റ്സ്. എന്തായിരുന്നാലും കോഫി കുടിക്കാനാണ് നമ്മൾ അവിടെ മെയിനായിട്ട് വന്നത്. ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് പറയാതിരിക്കാൻ വയ്യ. ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരു കോഫി ഷോപ്പായത്. ഒരു നല്ല ഫയർ പ്ലേസും. അപ്പോൾ ഇവിടെ വിൻ്ററിലൊക്കെ ആകുമ്പോഴത്തേക്കും ഫയർ വുഡ്സും അതിൻ്റെ ചൂടൊക്കെ കുടിച്ച് അവിടെ കോഫിയും കുടിച്ചിങ്ങനെ ഇരിക്കാം. അതൊരു ഫീലിംഗ് തന്നെ ആയിരിക്കും. നമ്മൾ നടന്ന് ആ ഇൻറ്റീരിയേഴ്സും ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. വൈകാതെ തന്നെ നമ്മുടെ ഓർഡർ റെഡിയായി. നല്ല ചൂട് കാപ്പച്ചീനോ, ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആൻഡ് ഹണി കേക്ക്. ഇതാണ് നമ്മുടെ ഓർഡർ. ടേസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ടു ബി ഓണസ്റ്റ്, ആ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഒരു ഒത്തിരി ഫ്രോസൺ ആയിരുന്നു. ബട്ട് ഹണി കേക്ക് വാസ് ആബ്സല്യൂട്ട് വിന്നർ. എല്ലാവരുടെയും ഫേവറേറ്റ് ഹണി കേക്ക് ആയിരുന്നു. ഒത്തിരി ഫ്രോസ്റ്റി സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആയതുകൊണ്ട് വി കുഡൻറ്റ് എൻജോയ് ഇറ്റ്. ഗൂഗിളിൽ കൊടുത്തേക്കുന്ന 5 സ്റ്റാർ റിവ്യൂ വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഐ റിയലി ഡൗട്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണോ എന്ന് ഞാൻ ആലോചിക്കുമ്പോഴും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി വാസ് സംതിങ് എൽസ്. വാം വെൽക്കം ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഒരു ഫാമിലി ഫീലിംഗ് തന്നെ ആയിരുന്നു. അതിനൊക്കെ ഡെഫിനറ്റ്ലി ഒരു മിഷേലിൻ സ്റ്റാർ തന്നെ കൊടുക്കണം.